പ്രിയപ്പെട്ട സാക് സഫാരിയുടെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശരിക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല ഇരുട്ടിലാണുള്ളതല്ലേ. കാരണം യാതൊരു സജ്ജീകരണവും ഇല്ലാതാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഒന്നുമില്ല, ഞാൻ ഒളോപ്പാറ ഇരുന്ന് വരാൻ പോയിരുന്നായിരുന്നു. പോയി വരുന്ന വഴിക്ക് പാവയിൽ ചീർപ്പ് വെച്ച് കണ്ട ഒരു തെരുവ് സർക്കസ്. ആ ഒരു തെരുവ് സർക്കസ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സർക്കസുകളൊന്നും കാണാറില്ല, കാരണം അത് ടൗണിലാണ്. എൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അടുത്തുണ്ട് ഈ ഒരു ഒളോപ്പാറയിലേക്ക്. പക്ഷെ അധികം ഞങ്ങൾ വൈകിട്ട് ഒളോപ്പാറ പോയി ഇരുന്ന് വരാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രദേശമാണ്. അപ്പോൾ ഒളോപ്പാറ പോയി വരുമ്പോൾ പാവയിൽ ഇറങ്ങി ചായ കുടിക്കും. അവിടെ ഒരു മാഷ ചായക്കടയുണ്ട് പുഴയോട് ചേർന്നിട്ട്. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സർക്കസ്. പാവയിൽ ചീർപ്പിന്റെ തൊട്ടടുത്ത് ഒരു പുഴത്തീരത്താണ് ഈ ഒരു സർക്കസ് നടക്കുന്നത്. സർക്കസ് വെച്ചാൽ സൈക്കിളിലും ഡാൻസ് ഒക്കെ ആയിട്ടാണ്. അപ്പോ ഞാൻ ആദ്യം വലിയൊരു ഇതൊന്നും തോന്നിയില്ല, പക്ഷെ അവിടെ എത്തിയപ്പോൾ അതിന്റെ ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ വല്ലാണ്ട് ത്രില്ലടിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. ഇപ്പൊ കർണാടകയിലെ തുംകൂർ സ്വദേശികളായിട്ടുള്ള 4 പേര് ഒരു ഫാമിലിയാണ്. അതിന് കൂടെ ഒരു കുഞ്ഞു വാവയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ഇങ്ങനെ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് 2 ദിവസം ഒരു പ്രദേശത്തിന്റെ സർക്കസ് കാണിക്കണം. അപ്പൊ ഇത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. സൈക്കിളിൽ ഒരുപാട് ബാലൻസിങ് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഏതായാലും എനിക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാണുന്നതിന്റെ കൂടെ വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടിയും കാണിക്കാൻ വിചാരിച്ചു. അപ്പൊ ഇത് പാവയിൽ ചീർപ്പ് എന്ന് പറയുന്ന പ്രദേശമാണ്. അണ്ടിക്കോടിനടുത്ത് പാവയിൽ ചീർപ്പ്. അതിമനോഹരമായ ഒരു പ്രദേശമായിട്ടത്. ഇത് രസമെന്ന അഗലാപ്പുഴയുടെ സൈഡിലുള്ള നല്ല രസമുള്ള ഒരു പ്രദേശമാണ്. ഇളം തണുപ്പും ഇവിടെ ഈ സൈഡിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ടൊക്കെയാണ്. ഞാൻ കോപ്പിറൈറ്റിന്റെ വിഷയം ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് പാട്ട് വെച്ചിട്ടില്ല. കോപ്പിറൈറ്റിന്റെ വിഷയം വരുന്ന വിചാരിച്ചാൽ പാട്ട് വെക്കാത്ത. പാട്ടിലില്ലാതെ നമുക്ക് പ്രാമുഖ്യം. ഈ ഒരു മനുഷ്യൻ കാണിക്കുന്ന സർക്കസിനാണ് പ്രാമുഖ്യം. ഇവിടെ നല്ല പരുക്കൻ സ്ഥലമാണ്. കല്ലും പിന്നെ മണ്ണൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിയാലേ അവർക്ക് സുഗമമായിട്ട് പരിപാടി നടത്താൻ പറ്റൂ. കാരണം ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം, അദ്ദേഹം ഒരു വീയലൊക്കെ വീണിട്ടുണ്ട്. കല്ല് ടയറിനടി കുടുങ്ങി പോയിട്ട്. അന്നേരം നമ്മൾക്കൊന്ന് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആ സർക്കസ് ഒന്ന് കണ്ടു നോക്കാം. സർക്കസ് എല്ലാ സൈക്കിൾ തന്നെയാണ് കേട്ടോ. പുള്ളിയ സൈക്കിൾ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നേരവും ജഗദീഷിനെ ഓർമ്മ വരിക. ജഗദീഷ് വിഷ്ണുലോക സിനിമയിൽ ജഗദീഷും നമ്മുടെ ഉർവേശിയും കൂടി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു രംഗങ്ങളുണ്ടല്ലോ, ഒക്കെ എവർഗ്രീനാ. ആ രംഗങ്ങളൊക്കെയാണ് ഈ ഒരു സൈക്കിൾ യത്നത്തിന്റെ ഈ ഭാഗമായിട്ട്. അങ്ങനെ കുറെ സിനിമകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളെ മനസ്സിലെപ്പോൾ ഉള്ളത് വിഷ്ണു ലോകം എന്ന് പറഞ്ഞ പാടാണ്. കണ്ടോ? വാ, സൈക്കിളിന്റെ പ്രത്യേകത ഉണ്ട്. സൈക്കിളിന് ബെല്ലോ ബ്രേക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. സൈക്കിളിന് ബെല്ലില്ല, ബ്രേക്കില്ല, ഒരു സാധനമില്ല. സൈക്കിളിൽ ഒരു സ്കെൽട്ടൺ രൂപമാണ്, ടയർ തിരിയും, അത്രേ ഉള്ളൂ. ആ സൈക്കിൾ വെച്ചിട്ടാണ് ഈ അഭ്യാസങ്ങളൊക്കെ പാവം കാണിക്കുന്നത്. പുള്ളിയുടെ ഭാര്യ തന്നെ കൈയടിക്കുന്ന, മറ്റവരോടൊക്കെ കൈയടിക്കാനൊക്കെ പറയുന്നുണ്ട്. സങ്കടം തോന്നിയെന്ന് വെച്ചാൽ ആളുകൾ വളരെ കുറവാ. കളക്ഷനൊക്കെ വളരെ കുറവായിരുന്നു പോകങ്ങൾക്ക് കിട്ടിയത്. ജീവിതം എന്ന് പറയുന്ന ഒരു നൂൽപ്പാലത്തിലൂടെ എന്താ പറയാ, സ്ലിപ്പാവാതെ വീഴണ്ടേ. അപ്പൊ ഇങ്ങനെ ട്രപ്പീസ് കളിച്ച് സർക്കസ് കളിച്ചാല് നമ്മളെല്ലാവരുടെ ജീവിതം ഒരു സർക്കസാണ്. ആ സർക്കസിൽ മുന്നോട്ട് പോവാ, അത്രേ ഉള്ളൂ. കണ്ടോ, അദ്ദേഹത്തിന്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഈ ബാലൻസ് ഒക്കെ ചെയ്യുന്നു. നമ്മളും ഡെയിലി ഓരോ ബാലൻസിങ്ങിലാണ് നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വാ വാ, അരെ വാ, ഒരു കയ്യെ നമുക്ക് അടിക്കല്ലേ. അരെ വാ, അരെ വാ, അരെ വാ. നമുക്കൊരു കണ്ടോ, പുള്ളി പെഡൽ ഉപയോഗിക്കണ്ടല്ലോ കേട്ടോ. ടയറ്, ഫ്രണ്ട് ടയർ തിരിച്ചിട്ടാണ് ഈ സൈക്കിള് പുള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വാ, ഞാൻ പറഞ്ഞല്ലോ ബെല്ലും ബ്രേക്കൊന്നും ഇല്ലാത്തൊരു സൈക്കിളിന്റെ മുകളിൽ കളിക്ക കളിക്കുന്നത്. ഓ, സൈക്കിളിന്റെ മുകളിൽ തന്നെ നിന്നിട്ട് ഷർട്ടൊക്കെ ഊരുക. സംഭവം ഓക്കെയാണ്, സംഭവം നല്ല. ഇതൊന്നല്ല കേട്ടോ, ഇതിന്റെ ബാക്കിലെ ഈ പിറകിലേക്ക് കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇത് ഫുള്ളി ഈ വീഡിയോ കാണണം. അപ്പൊ അതിനകത്ത് അസാമാന്യമായിട്ടുള്ള പെർഫോമൻസ് ഇയാൾ കാഴ്ചവെക്കുന്ന കുറച്ച് 2-3 സംഗതിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ലാസ്റ്റ് ടൈമിലേക്ക് വരാം. ഞാനിത്
സർക്കസൊക്കെ പലരും പോലും വളരെ വിരളമായിട്ട് അപ്പോ സൈക്കിൾ കൊണ്ട് എല്ലാ കളിയും കളിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സൈക്കിൾ ഐറ്റങ്ങളൊന്നും ഇപ്പൊ നാട്ടിലും നാട്ടിൻപുറത്തൊന്നും ഇല്ല, വളരെ റയറായിട്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകരും പലപ്പം വളരെ റയറായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത്. എനിക്കെന്തായാലും ഈ ഒരു പരിപാടി ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല അവരോട് വല്ലാത്തൊരു എന്താ പറയാ ഇന്നിമസി തോന്നുന്ന രൂപത്തിലാണ് അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ തന്നെ. അവരുദ്ദേശിച്ചൊന്നും അവർക്ക് കിട്ടിയില്ല, സാമ്പത്തികമൊന്നും അവർക്ക് കിട്ടിയില്ല. അതൊരു സങ്കടമാണ്. പലപ്പോഴും ഇവർ സാമ്പത്തികത്തിന് മാർഗം എന്ന് പറയുന്നത്, സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടിരുന്ന മാർഗം ആ പ്രദേശത്ത് നിന്ന് ഒരു കോഴിയെ അല്ലെങ്കിൽ 2-3 കോഴികളൊക്കെ ആൾക്കാരോട് ചോദിക്കും. ആ കോഴിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കോഴിയെ ലേലം വിളിച്ച് കിട്ടുന്ന പൈസ, ആ കോഴി ചിലപ്പോൾ 500 വിളിക്കും, ചില ആളുകൾ 600 വിളിക്കും, ചില ആൾക്കാരെ അത് ആവേശത്തിലേക്ക് കഴിഞ്ഞാൽ 1500 വിളിക്കും, 2000 വിളിക്കും. അങ്ങനെയൊക്കെയാണ് കോഴിയെ. പക്ഷെ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ ഒരു 500-1000 പോലും ആൾക്കാർ കോഴിയെ ലേലം വിളിക്കാത്തൊരു അവസ്ഥയുണ്ട്. പുള്ളിക്കാരൻ നല്ല അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്, നല്ല രസകരമായ അഭ്യാസങ്ങളാണ്. അടുത്ത വേറൊരു ലെവലിലേക്കാണ് അദ്ദേഹം പോകുന്നത്. സൈക്കിളൊക്കെ എടുക്കുന്നുണ്ട്, ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നല്ല നല്ല രസകരമായിട്ടുള്ള പഴയകാല തമിഴ് പാട്ടുകളും അതുപോലെ തന്നെ പഴയകാല മലയാള പാട്ടുകളൊക്കെ കേട്ടോ. അതും ആ ഗ്രാമീണ അന്തരീക്ഷമൊക്കെ കൂടി ചേരുമ്പോൾ നല്ല രസമാട്ടോ. ഒരു ഹരണ്ടായിരുന്നു. വൈബ് 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 നെക്സ്റ്റ് വൈബ്. ഞാനും എൻ്റെ കൂട്ടുകാരൻ ഫായിസുണ്ട്. ഞങ്ങള് ഇവിടെ നിൽക്കുന്ന സീൻ എന്ന് പറയുന്നത് തന്നെ നല്ല നനഞ്ഞ് കുളിച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തെടുക്കുന്നത്. കാരണം അവിടെ ഈ നമ്മളൊപ്പുറം പോയ സമയത്ത് സാധാരണ ഞങ്ങൾ ഇരുന്ന് വരാൻ പോയ വെള്ളം കുറവായിരിക്കും, പക്ഷെ ഇപ്രാവശ്യം നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ രക്ഷയില്ല, അവിടെ ഒരു എത്തിസ്ഥിതിക്ക് വെള്ളത്തിൽ മുങ്ങിയിട്ട് ഇരുന്ന് വരേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ നനഞ്ഞ് കുളിച്ചിരിക്കുന്ന അവസരമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എന്നാലും സാരമില്ല, ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് പനി വന്നാലും സാരമില്ല, വീഡിയോ എടുത്തിട്ട് പോകാന്നുള്ള ചിന്തയിൽ തന്നെ ഞങ്ങളുള്ളത്. അതാ ഇതാണ് ഇവിടുത്തെ ഒരു അപകടം. അവിടെ കല്ലുണ്ട്, കല്ല് ടയറെ കുടി എന്താ ഒരാൾ വീഴും. അപ്പോൾ അസിസ്റ്റന്റിനെയും കൂടി എടുത്ത് സൈക്കിളിന് മുകളിൽ വെച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇപ്പോൾ സൈക്കിൾ ബാലൻസിങ് ചെയ്യുന്നത്. ശരിക്കും അവർ വേറെ പ്രൈവറ്റ് സർക്കസിലൊക്കെയാണ് അവർ വർക്ക് ചെയ്തെങ്കിൽ മാസം ശമ്പളം വന്നത്. ഇതിപ്പോൾ അവർക്കൊരു ഫിക്സഡ് എമൗണ്ട് പോലും കിട്ടൂല, ചിലപ്പം ഒന്നും കിട്ടാത്ത അവസ്ഥ ഉണ്ടെന്ന് അവർ പറഞ്ഞത്.
₹200-250 കിട്ടുമ്പോഴും അത് കിട്ടിക്കഴിഞ്ഞാൽ ജനറേറ്ററിൻ്റെ പൈസ പോലും തികയാത്ത ദിവസങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത്. എന്തായാലും പ്രതീക്ഷയാണ്, ജീവിതം തന്നെ ഒരു പ്രതീക്ഷയാണല്ലോ. ആ പ്രതീക്ഷയുടെ ഭാഗമായുള്ള അഭ്യാസങ്ങളാണ് ഇതൊക്കെ നടക്കുന്നത്. ആയാലും അതിലൊന്നും സാമ്പത്തികം ഉണ്ടോ ഇല്ലെന്നൊന്നും അവർ നോക്കുന്നില്ല. അവർ ഡെയിലി ദിനചര്യ പോലെ ഇവിടെ ഇല്ലെങ്കിൽ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവുക, ഇതുപോലെ ഇങ്ങനെ കാർണിവൽ ഈ ഒരു തെരുവ് സർക്കസ് നടത്തിയിട്ട് മുന്നോട്ട് പോവാണ്. സൈക്കിൾ അവിടെ നിർത്തി സൈക്കിളിന് മുകളിൽ കയറി നിന്നിട്ട് അനൗൺസ്മെന്റ് ചെയ്യാണ്. അടുത്തൊരു ഭീകര പെർഫോമൻസ് ആണ് പുള്ളി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കന്നഡ കലർന്ന മലയാള ഭാഷയിൽ അടുത്തത് ഭീകരമായൊരു പെർഫോമൻസ് ഞങ്ങൾ കാണികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കന്നഡ കലർന്ന കൊത്തല് ഭാഷ. പാവം. എന്തായാലും അവരെ നാടും വീടൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ അഭ്യാസം കാണിച്ച് എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവർ വന്നത്. പക്ഷെ ഇപ്പോൾ ആളുകളും കുറവാണ്. ഇപ്പോൾ 2 കുട്ടികളെ ക്ഷണിക്കാം കേട്ടോ പുള്ളി. ഈ ഒരു തെരുവ് സർക്കസിന്റെ ഭാഗമായി മാറാൻ നാട്ടിൽ നിന്ന് 2 കുട്ടികളെ ക്ഷണിച്ചതാണ്. എന്ത് കഴിഞ്ഞാലും 2 റൗണ്ടോ 3 റൗണ്ടോ സൈക്ലിംഗ് ഇങ്ങനെ കറക്കും. അടുത്തത് ഭീകര പെർഫോമൻസ് ഉണ്ട് കേട്ടോ. ഒരു വലിയ കുടത്തിൽ നിറച്ചും വെള്ളം കൊണ്ടുവരുന്നത് പുള്ളിയുടെ വൈഫ്. ഞാൻ ആ ഭാഗം എടുത്തിട്ടില്ല, ഞാൻ എഡിറ്റ് കാരണം ഒരുപാട് വലിയ ലെങ്ത് ആയി പോകും വീഡിയോ. ഈ വെള്ളം കടിച്ചെടുക്കും പുള്ളി എന്ന് പറഞ്ഞാൽ. കടിച്ചെടുത്ത് ആ കടിച്ചെടുത്ത വെള്ളത്താൽ തന്നെ സൈക്കിൾ പൊക്കി സൈക്കിൾ ഓടിക്കുന്നൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം. എന്തായാലും ഇതൊരു ഗംഭീര പെർഫോമൻസ് കേട്ടോ. ഇതൊരു ഗംഭീര പെർഫോമൻസ്. നമ്മളൊരു കയ്യടി കൊടുക്കല്ലേ, എല്ലാവരും കയ്യടിച്ചു, വീഡിയോ കണ്ടുകൊണ്ട് കയ്യടിച്ചോ. ഓക്കെ, കുറച്ച് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് പാവം. കുറച്ച് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് പാവം. ബാലൻസിലിരുന്നിട്ടാണ് വെള്ളം കുടിക്കുന്നത്. ഇതൊക്കെ ഒരു സൈക്കിൾ യജ്ഞത്തിന്റെ ഭാഗമായിട്ടുള്ള കേട്ടോ. തുടക്കത്തിന് വെള്ളം കുടിക്കലൊക്കെ അതിനൊരു ഭാഗമായിട്ടുള്ള. ആൾക്കാർ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഈ പാവേൽ ചെറുപ്പ് എന്ന് പറയുന്ന പ്രദേശം നല്ലൊരു രസമുള്ള നാടാണ്. അവിടുത്തെ ആൾക്കാർ അങ്ങനെ തന്നെ. ഇങ്ങനെ ആളുകളൊക്കെ വന്നാൽ അവരെ നിറഞ്ഞ കൈയടിയോടുകൂടി സ്വീകരിക്കും. അവരെ കൊണ്ട് കഴിയുന്ന അവർ കൊടുത്ത് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആള് വളരെ കുറവായിരുന്നു, അതൊരു സങ്കടം. വളരെ കുറവായിരുന്നു ആള്. കുറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പൈസ അവിടുന്ന് കിട്ടുമായിരുന്നു. നല്ലൊരു സ്ഥലമാണ് പാവേൽ ചെറുപ്പ്, നല്ല മനുഷ്യന്മാരുള്ള സ്ഥലം.
വീണ്ടും വെള്ളം കുടിക്കുകയാണ് പുള്ളി. ഭാര്യയാണ് തൊട്ടടുത്തുള്ളത്. ഇതിന്റെ പിറകുന്ന് പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഇതിന്റെ പിറകു വശത്ത് നിന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്തോ ഒരു ആൾക്കാർ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. രാത്രി ഭക്ഷണമൊക്കെ അവിടുന്ന് മറ്റൊരു സ്ത്രീ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു മണ്ണിന്റെ പ്രത്യേകത ഉണ്ടോ, ഈ ഇത്രയും ഉറച്ച കല്ലുള്ള ഈ ഒരു മണ്ണിൽ വെച്ചിട്ടാണ് ഇവർ ഈ സർക്കസ് എല്ലാം കളിക്കുന്നത്. ഓ, അടുത്തത് ആ 2 കുട്ടികളെ ക്ഷണിച്ചല്ലോ, ആ ക്ഷണിച്ച കുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ട്. നാട്ടിലെ കുട്ടികളുടെ പാവൽ ചെറുപ്പത്തിനുള്ള കുട്ടികളാണ്. അവർ ഒരു സൈക്കിൾ യജ്ഞത്തിന്റെ ഭാഗമാകാൻ വേണ്ടി അവിടെ എത്തിയതാണ്. എന്തായാലും ആ കുട്ടികൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക. ധൈര്യത്തോടു കൂടി വന്നല്ലോ ഈ ഒരു യജ്ഞത്തിന്റെ ഭാഗമാകാൻ. അവരടുത്തിട്ടുണ്ട്. പുള്ളിയെ ബാലൻസിങ് ഒക്കെ നോക്കുന്നുണ്ട്. എന്തായാലും വളരെ എന്താ പറയാ, സാഹസികതരണ കലാപരിപാടികൾ പിന്നെ കായിക അഭ്യാസങ്ങൾ തന്നെയാണ് പുള്ളിക്കാരൻ നടത്തുന്നത്. നല്ലൊരു കായിക അഭ്യാസിയും അതുപോലെ തന്നെ നല്ലൊരു കലാകാരനുണ്ട് ഇങ്ങനെ സൈക്കിൾ തന്നെ നടത്തുന്ന ആൾ. നല്ല ഡാൻസ് ആയിരുന്നു പുള്ളിയുടേത്. അവർക്ക് കോമഡി ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കാല് പൊന്തിച്ചു കൈ പൊന്തിച്ച് കളിക്കുന്നുണ്ട്. ഈ കുട്ടികളെ ഉപയോഗിച്ച് എന്താ പരിപാടി നമുക്ക് കാണാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഈ ഒരു യജ്ഞമൊക്കെ നടത്തുമ്പോൾ സൈക്കിളിന്റെ പിറകു വശത്തേക്ക് നോക്കുക. ഒരു സ്റ്റീൽ ഗ്ലാസ്, ആ സ്റ്റീൽ ഗ്ലാസിന്റെ മുകളിലാണ് സൈക്കിൾ ഉള്ളത്. ഈ ഒരു സൈക്കിൾ നിൽക്കുന്നത് ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ മുകളിലാണ്. കണ്ടോ, ഈ ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ മുകളിലാണ് ഈ സൈക്കിൾ വെച്ചിട്ട് ഇവർ ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത്. ആ ഗ്ലാസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിക്കഴിഞ്ഞാൽ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അവിടെയാണ് ഈ 2 കുട്ടികളെ പോലും ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ ഒരു തെരുവ് സർക്കസ് നടത്തുന്നത്. അസാമാന്യ ധൈര്യം തന്നെയാണ്. കാരണം ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഇതാ കണ്ടോ, 2 സ്റ്റീൽ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ മുകളിലാണ് ഈ അഭ്യാസങ്ങൾ നടത്തുന്നത്. ഈ 2 കുട്ടികൾ ഈ നാട്ടുകാരാട്ടോ, പാവയിൽ ചെറുപ്പുള്ള കുട്ടികളാണ്. ഇവരെ വെച്ചിട്ട് ഈ ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ മുകളിൽ ബാലൻസ് ചെയ്തിട്ട് ഈ ഒരു അഭ്യാസം നടത്തുന്നത്. ഇവരെ ധൈര്യം സമ്മതിക്കണം. ഒന്ന് തെന്നിപ്പോയാൽ ഒരു അപകടം പെട്ടെന്ന് സംഭവിക്കുക. പ്രത്യേകിച്ച് ഒരു ഭൂമി പ്രദേശം ഒന്നല്ല, പരുക്കാൻ സ്ഥലമാണ്. ഈ തൊട്ടടുത്ത് തന്നെ അസിസ്റ്റന്റ് ഉണ്ട്. എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ അസിസ്റ്റന്റ് തൊട്ടടുത്ത് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും തുംകൂർ എന്ന് പറയുന്ന അന്യസംസ്ഥാനക്കാരായാലും നമ്മുടെ നാട്ടിലേക്ക് വന്ന അതിഥികളാണല്ലോ ഇവര്. അപ്പോൾ നമ്മൾ അതിഥികളെ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കാമെന്നാണ്. അതാണ് നമ്മൾ കേരളക്കാരൻ്റെ ആതിഥ്യ മര്യാദ, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർ. അവൽ ചെറുപ്പക്കാരായാലും പിന്നോട്ടൊന്നല്ല. അവൽ ചെറുപ്പക്കാർ എനിക്കറിയാം, എൻ്റെ അറിയുന്നൊരു മാഷുണ്ട് അവിടെ, പുള്ളി ചായക്കട നടത്തുന്ന മാഷാണ്. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടോ ആ മക്കളെ ആ സൈക്കിളിനെ മുകളിൽ കയറ്റി അയാളുടെ മേൽ നിൽക്കണം ആ മക്കള്. നിങ്ങൾ ആലോചിക്കണോ, കാല് ബാക്ക് വീല് കിടക്കുന്നത് ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ മുകളിലാണ് കേട്ടോ. ഗംഭീരം. ഞാൻ മാഷ ചായക്കടയിലൊക്കെ പോകുമ്പോൾ മൂപ്പര് സ്നേഹിച്ച് നമുക്ക് ഭക്ഷണം തരും. അതാണ് ഈ പ്രദേശത്ത് ഇറക്കരുത്. അതിഥികളെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന ഒരു നാടാണ്. വീണ്ടും നമ്മുടെ ലാലേട്ടൻ ജഗദീഷ് കൊമ്പൂരിലേക്ക് വീണ്ടും പുള്ളിക്കാരൻ സൈക്കിൾ എത്താണ്ട് പോകുന്നുണ്ട്. എന്തായാലും ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ മുകളിലായിരുന്നു ആ ബാലൻസിംഗ് ഒക്കെ പുള്ളി നടത്തിയത്. ഏകദേശം നമ്മള് യജ്ഞം കഴിയാനായിട്ടുണ്ട് കേട്ടോ. നാളെയുണ്ട് യജ്ഞം. നാളെ ഇതേ ഐറ്റം അല്ല, നാളെ സൂചി കയറ്റി ഇറക്കല്, അതുപോലെ തന്നെ ഈ ട്യൂബ്ലൈറ്റ് പൊട്ടിക്കലൊക്കെ, അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത്. ട്യൂബ്ലൈറ്റ് പൊട്ടിക്കലൊക്കെ ഇതിൽ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. വോയിസ് ഒക്കെ എടുക്കാൻ വലിയ പാടുണ്ട്. കാരണം ഞാൻ ഒരു 4-5 ദിവസമായിട്ട് പിന്നെ നമ്മളെ വീഡിയോ ചെയ്തിട്ടില്ല. ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു, സുഖമില്ലായിരുന്നു, നല്ല പനി വന്നു, കാല് നീരൊക്കെ വന്നു, റെസ്റ്റിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു സർക്കസ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു തരണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. കാരണം നമ്മളൊന്നും ഇതാകണ്ട, അടുത്ത ബാലൻസിങ്ങിലേക്ക് പോവാണ്. ഇനി അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ഇനി ആട്ടവും പാട്ടുമായിട്ട് ചില നാട്ടുകാരും ഇതിനൊക്കെ ഭാഗമായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, ഈ ആട്ടത്തിൻ്റെയും പാട്ടിൻ്റെയൊക്കെ ഭാഗമായിട്ട്. എന്തായാലും നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു സർക്കസും അതുപോലെ തന്നെ ഇവരുടെ ഡാൻസും പാട്ടൊക്കെ കണ്ടു മനസ്സൊരുപാട് നിറഞ്ഞു. നല്ല വിറയലുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ലോണം വിറക്കുന്നുണ്ട്, തണുപ്പുണ്ട്. അതുപോലെ തന്നെ പുഴയിൽ മുങ്ങിയിട്ട് വരികയാണ്. തലയൊക്കെ തുടച്ചിട്ടുണ്ടെങ്കിലും ഡ്രസ്സ് വേറെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സോട് കൂടിയാണ് ഇതൊക്കെ കാണുന്നത്. വണ്ടിയിലാണെങ്കിൽ നല്ല ഇരുന്തുണ്ട്. അപ്പോൾ ഇതാ
അവർ ഫൈനലായിട്ടുള്ള പരിപാടികൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാ വീണ്ടും അവർ രണ്ടുപേരെ കയറ്റിയിട്ട് ആ സൈക്കിള് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫായിസ് അവനെ വണ്ടിൻ്റെ അടുത്താക്കിയത് അവനും കാണുന്നുണ്ട്. പക്ഷേ വണ്ടിയിൽ കുറേ ഇരുന്തൊക്കെ ഉള്ളത് കൊണ്ടും വണ്ടിയിൽ ഡ്രസ്സൊക്കെ ഉള്ളത് കൊണ്ട് അവനെ വണ്ടിൻ്റെ അടുത്താക്കിയതാണ്. അപ്പോൾ ഞാൻ ഒറ്റക്കാണ് ഈ വീഡിയോ എടുക്കുകയും ചെയ്യണം, അതുപോലെ തന്നെ ഇത് ആസ്വദിക്കുകയും ചെയ്യണം. എന്തായാലും സാരമില്ല, നല്ല രസമായിട്ട് ഞാനും കണ്ടു, എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മളെ നാട്ടിലും പുറത്തൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു സൈക്കിൾ യത്നം, സർപ്പ യത്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൻ പുറത്ത്. പണ്ട് മയിലെണ്ണ വെക്കാൻ വരുന്ന ആളുകൾ, അങ്ങനെ പല ലാട വൈദ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഇപ്പം എല്ലാം അന്യമായിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അതൊക്കെ എടുക്കുക, വീഡിയോ ഷൂട്ട് ചെയ്യുക, പ്രിയപ്പെട്ടവരൊക്കെ കാണിക്കുക, അതൊരു സന്തോഷമാണല്ലോ. എന്തായാലും ഇന്നത്തെ സർക്കസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവരുദ്ദേശിച്ചൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഭാവിയിലുള്ള ആളുകൾ, കുറച്ച് ആൾക്കാരുള്ളതെങ്കിലും അവരെ കൊണ്ട് കഴിയുന്നത് അവർ സ്നേഹിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ സർക്കസാർക്ക് നാട്ടിൽ വരുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെയും കൂട്ടി പോയി കാണുക, അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മളൊക്കെ പ്രതീക്ഷിച്ചാണ് അവരൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാഴ്ച അവസാനിപ്പിക്കട്ടെ. ഓക്കെ, താങ്ക്സ്.